ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് പെൺകുട്ടികൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. വിമൺ മിലിറ്ററി പോലീസ് പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഈ ഒരു ഇന്ത്യൻ ആർമിയിലേക്ക് ചേരാൻ താല്പര്യമുള്ള ഗേൾസ് ഈ വീഡിയോ ഉറപ്പായിട്ടും കാണുക. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ, ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ഓൾറെഡി ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അത് വന്നിട്ട് ഫെബ്രുവരി 13 മുതലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ എൻഡ് ഡേറ്റ്, ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് ഏപ്രിൽ 1 വരെ നമുക്ക് എന്ത് ചെയ്യാം, അയക്കാം. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി 13 മുതൽ ഏപ്രിൽ 1 വരെ നമുക്കിത് എന്ത് ചെയ്യാം, അയക്കാവുന്നതാണ്. ഇതിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ജൂൺ 1 മുതൽ ജൂൺ 15 ഇടയ്ക്കായിരിക്കും എന്ത് വരുന്നത്, എക്സാം വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇപ്പോൾ മാർച്ച് ആയിട്ടേ ഉള്ളൂ. ഏപ്രിൽ, മെയ്, ജൂൺ അപ്രോക്സിമേറ്റ്, ഇന്നിപ്പോൾ മാർച്ച് 12 ആയിട്ടുള്ളൂ. അപ്രോക്സിമേറ്റ് നമുക്കൊരു 3 months എന്ത് ചെയ്യും, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കിട്ടും. അത് ഒരു ഇനഫ് ടൈം തന്നെയാണ്. മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ദെൻ ഇതിൻ്റെ കാറ്റഗറി, പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി വുമൺ മിലിറ്ററി പോലീസ് ആണ് കേട്ടോ. ദെൻ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ 45% മാർക്കോട് നിങ്ങൾ എന്തായിരിക്കണം, ഓവറോൾ പാസ്സായിരിക്കണം കേട്ടോ. ഓവറോൾ നിങ്ങൾക്ക് 45% മാർക്ക് കാണണം. ആൻഡ് ഒരു കാര്യം കൂടിയുണ്ട്, മിനിമം 33% മാർക്ക് ഓരോ സബ്ജക്റ്റിനും വെച്ചിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും 33% മാർക്കും ഓവറോൾ എത്രയാണ്, അഗ്രഗേറ്റ് 45% മാർക്കും 10ാം ക്ലാസ്സിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ദെൻ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 17.5 മുതൽ 22 വയസ്സ് വരെയുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് അയക്കാവുന്നത്. ഓക്കെ, ഈ ഏജിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അവർ വ്യക്തമായിട്ട് ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ ജൂലൈ 1, 2005 മുതൽ ജൂലൈ 1, 2009 വരെ, അതായത് ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ദെൻ ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഉറപ്പായിട്ടും ഇതൊരു ഇന്ത്യൻ ആർമിയിലേക്കുള്ള മിലിറ്ററി ആണ്. സോ നമ്മുടെ എക്സാമോടൊപ്പം തന്നെ എന്തുണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നമ്മുടെ ഗേൾസിന് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 162 സെൻറ്റിമീറ്റർ ആണ്. വെയിറ്റ് പ്രപ്പോർഷൻ ടു ഹൈറ്റ് ആണ്. ദെൻ ചെസ്റ്റ് എക്സ്പാൻഷൻ ഒന്നും വലിയ ഇതില്ല, ഗേൾസിന് അങ്ങനെ നോക്കാറില്ല. ഓക്കെ, അപ്പോൾ ഹൈറ്റും വെയിറ്റും ഉണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് www.joinindianarmy.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അതിനകത്ത് എന്തുണ്ട്, നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനകത്ത് എന്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം, അതായത് ഫോട്ടോ, ആധാർ, സൈൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് വെബ്സൈറ്റിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യാം. ദെൻ ഇതൊരു എക്സാമിനേഷൻ ഫീസ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അയക്കാൻ വേണ്ടിയിട്ട് ഒരു 250 രൂപ എക്സാമിനേഷൻ നമ്മൾ അയക്കാൻ വേണ്ടിയിട്ട് ഫീസ് അവർ ഈടാക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ ഡേറ്റ് പറഞ്ഞതാണ്, കഴിഞ്ഞിട്ടില്ല. ഏപ്രിൽ 1 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. സോ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, ഇത് അയക്കാം. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്നാണ്. 2 ഫേസിലായിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുക. 2 ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും, ഫേസ് 1 വന്നിട്ട് ഒരു കോമൺ ഓൺലൈൻ എൻട്രൻസ് എക്സാമാണ്. കോമൺ ആയിട്ടൊരു ഓൺലൈൻ എൻട്രൻസ് എക്സാമാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇതാണ്, നമ്മുടെ SSC, റെയിൽവേ ഒക്കെ പോലുള്ള കോമൺ എൻട്രൻസ് എക്സാമാണ്. ദെൻ ഫേസ് 2 എന്ന് പറയുന്നത് ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയാണ്. വിച്ച് മീൻസ് അതെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡുള്ള എക്സാമാണ്. ഓക്കെ, അതായത് നമ്മൾ എന്തുണ്ട്, ഫിസിക്കലുണ്ട്. സോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ പഠിക്കുന്നതോടൊപ്പം തന്നെ എന്തും കൂടി നിങ്ങൾ നോക്കണം, ഫിസിക്കലും കൂടി നോക്കണം. ഓക്കെ, ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അതിനും കൂടി ട്രെയിൻ ചെയ്യാം. ഇനിയുണ്ട് 3 മാസം എക്സാം ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് വരത്തുള്ളൂ, ഫിസിക്കൽ വരത്തുള്ളൂ. എങ്ങനെ പോയാലും ഒരു 4-5 മാസം നിങ്ങൾക്ക് കിട്ടും. സോ ഫിസിക്കൽ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ, ഫിസിക്കലി ഫിറ്റ് അല്ലാത്തുള്ളവരുണ്ടല്ലോ, അവരെന്ത് ചെയ്യാം, ഫിസിക്കലും കൂടി പാരലായിട്ട് നോക്കുക. ഓക്കെ ആണല്ലോ? ഇനി ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡിനകത്ത് ഇവർ പറയുന്നത് ഒന്ന് റണ്ണിങ് ആണ്. ഓക്കെ,
1.6 കിലോമീറ്റർ അല്ലെങ്കിൽ 1600 മീറ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, ഓടണം. അതിൽ തന്നെ നിങ്ങൾക്ക് 2 കാറ്റഗറി ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഗ്രൂപ്പ് 1ഉം ഒന്ന് ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടുമ്പോൾ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 7 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിലാണെങ്കിൽ യു വിൽ ഗോട്ട് 60 മാർക്സ്. നിങ്ങൾക്കൊരു 60 മാർക്ക് എന്ത് ചെയ്യും, ബോണസായിട്ട് കിട്ടും. ഇനി അതല്ല 7 മിനിറ്റിന് അതായത് 30 സെക്കൻഡും 8 മിനിറ്റിന് ഇടയ്ക്കാണ് നിങ്ങൾ എടുക്കുന്ന ടൈമെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾക്ക് 48 മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 60 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുക. കൂടുതൽ മാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഫിസിക്കലി നന്നായിട്ട് ട്രെയിൻ ചെയ്യേണ്ടതാണ്. ഓക്കെ ആണോ? ഇനി ഇതിൽ ഒരു ക്വാളിഫയിങ് ആയിട്ട് 2 ഉണ്ട്. ഒന്ന് ലോങ് ജമ്പ് ആണ്. ലോങ് ജമ്പ് വന്നിട്ട് നിങ്ങൾക്ക് 10 feet ആണ് ലോങ് ജമ്പ്. ഹൈ ജമ്പ് വന്നിട്ട് 3 feet ആണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ജസ്റ്റ് ക്വാളിഫയിങ് ആണ്. നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. മാർക്ക് ഒന്നും തന്നെ ഇല്ല. മാർക്ക് വരുന്നത് എന്തിനാണ്, റണ്ണിങ്ങിലാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പം അത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫിസിക്കൽ ഉണ്ടെന്ന് വെച്ചിട്ട് പിന്നോട്ട് പോകേണ്ട, എളുപ്പമാണ്. ഇപ്പം മാർക്കൊക്കെ 10ാം ക്ലാസ്സിൽ എല്ലാവർക്കും ഇത്രയും മാർക്കൊക്കെ കാണും. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത് സിമ്പിളാണ്. നമ്മുടെ SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും ആയിരിക്കുമല്ലോ കൂടുതലും ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവരാണ്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങാവുന്നതാണ്. നമ്മുടെ AZB അക്കാഡമിയുടെ ഇന്ത്യൻ ആർമി അഗ്നിവീർ 2026 വേണ്ടിയിട്ട് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോഴ്സ് ബാച്ച് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സസിനകത്ത് നിങ്ങൾക്ക് ഈ അഗ്നിവീറിൻ്റെ തന്നെ ജനറൽ ഡ്യൂട്ടി ഉണ്ട്, ടെക്നീഷ്യൻ, പിന്നെന്താണ് ക്ലർക്ക്, ട്രേഡ്സ്മാൻ, അങ്ങനെ ഏത് പോസ്റ്റും ആയിക്കോട്ടെ എന്ത് ചെയ്യാം, എക്സാം എഴുതുന്നവർക്ക് ഈ ഒരു കോഴ്സ് എന്ത് ചെയ്യാവുന്നതാണ്, പർച്ചേസ് ചെയ്യാവുന്നതാണ്. കോഴ്സസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് 24/7 നിങ്ങൾക്ക് എന്ത് കാണും, ഒരു മെൻ്റർ സപ്പോർട്ട് കാണും. അതോടൊപ്പം തന്നെ ലൈവും റെക്കോർഡഡ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു അവസരം, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും നമ്മുടെ കോഴ്സ് എന്ത് ചെയ്യാവുന്നതാണ്, പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിനു വേണ്ടി ഇന്ത്യൻ ആർമിയിലേക്ക് പോകാൻ ഇരിക്കുന്ന ഗേൾസ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇനി എന്താണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയൊക്കെ പറയുമ്പോഴും ചിലർക്ക് ഇന്ത്യൻ ആർമിയിലാണ് ഒരു അവസരം കിട്ടിയതല്ലേ, ഒന്ന് പ്രിപ്പയർ ചെയ്താലോ അല്ലെങ്കിൽ ഒന്ന് അറ്റംപ്റ്റ് ചെയ്താലോ എന്ന് കുറച്ച് പേർക്കെങ്കിലും ഒരു തോട്ട് വന്നു കാണും അല്ലേ. അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ഇന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. താങ്ക്